എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും ഒരു വെബ്സൈറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഷെയർഡ് ഹോസ്റ്റിംഗ് ആണോ ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് ഇപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണോ ഇത് ക്ലൗഡ് ഹോസ്റ്റിംഗിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടോ? പലരും ഒരു പ്രൈസ് വൈസ് ഒക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയി ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ബട്ട് നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് ഭാവിയിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളുടെ ഓരോ സ്റ്റെപ്പ്, ഒരു വെബ്സൈറ്റ് ക്രിയേഷനിലുള്ള നമ്മുടെ സ്റ്റെപ്സ് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കതാരും പറഞ്ഞു തന്നില്ല, ഞങ്ങളത് അറിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യണോ ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യണോ? ഞാൻ ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്നത് ക്ലൗഡ് വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ക്ലൗഡ് വേസ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം ഡയറക്റ്റ്ലി പോയി ഗൂഗിൾ ക്ലൗഡിലും അതുപോലെ തന്നെ ആമസോൺ ക്ലൗഡിലുമൊക്കെ ക്ലൗഡ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്തപ്പോൾ വലിയ എമൗണ്ടുകളാണ് കണ്ടത്. അതിനുശേഷം എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇതുപോലെ ക്ലൗഡ് ഹോസ്റ്റിങ്ങും കൊടുക്കുന്നുണ്ട്, ഷെയർഡ് ഹോസ്റ്റിങ്ങിനൊപ്പം തന്നെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ക്ലൗഡ് വേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്നത്. ഇതൊരു 4-5 ഇയേഴ്സ് ബാക്കാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് ഒരുപാട് സൈറ്റുകളുടെ ബാക്ക് എൻഡ് ക്ലൗഡ് വേസിലാണെന്ന് മനസ്സിലായി. എന്താണ് ഇതിൻ്റെ റീസൺ നോക്കിയപ്പോൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസ്, അതായത് ആമസോൺ ക്ലൗഡ്, ഗൂഗിൾ ക്ലൗഡ്, ഡിജിറ്റൽ ഓഷ്യൻ, വൾച്ചർ, ഇതുപോലെയുള്ള ഒരുപാട് സൈറ്റുകളുടെ ഒരു ഇൻ്റർമീഡിയറ്ററായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു ക്ലൗഡ് വേസ്. ക്ലൗഡ് വേസിൽ ചെന്നപ്പോഴാണ് എനിക്ക് ആവശ്യമുള്ള സെർവർ ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ആണെന്ന് വെച്ചാൽ എൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് മന്ത്ലി ബില്ലിങ്ങിൽ ചൂസ് ചെയ്യാനുള്ളൊരു ഫീച്ചർ ഞാൻ അതിൽ കണ്ടത്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു സെർവർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റിൽ ആ സെർവറിൽ തന്നെ എൻ്റെ പല വെബ്സൈറ്റുകളും ഞാൻ ഓടിക്കുന്നു. പിന്നീട് മറ്റ് പല കമ്പനികൾക്ക് വേണ്ടിയും ഞാൻ ഇതേപോലെ തന്നെ ക്ലൗഡ് വേസ് സെർവർ ഉപയോഗിച്ച് അവരുടെ പേരിൽ തന്നെ സെർവേഴ്സ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവരുടെ കമ്പനിയുടെയും ഡേറ്റാസും അതുപോലെ അവരുടെ കമ്പനിയുടെയും മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സും ആ ഒരു സെർവറിൽ തന്നെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ് വേസ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ക്ലൗഡ് വേസ് ചൂസ് ചെയ്ത് ഓരോരോ സെർവേഴ്സും ക്രിയേറ്റ് ചെയ്യുകയും അതിനെ സ്കെയിൽ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് എനിക്കുണ്ടായി. അതായത് സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എനിക്ക് തുടക്കുന്ന സമയത്ത് എനിക്ക് 1 GB സെർവറാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ വേറെ കുറേ വെബ്സൈറ്റുകളും കൂടെ നമുക്ക് ഇതിനകത്ത് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെർവറിനെ തന്നെ അപ്പോൾ തന്നെ സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് അങ്ങനെയൊന്നും പോസിബിൾ അല്ല. നമ്മൾ അടുത്തൊരു ക്ലയൻറ്റിനൊരു സൈറ്റ് വേണമെങ്കിൽ വീണ്ടും ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് വാങ്ങേണ്ടി വരും. അതും ഇതുപോലെ ഏതെങ്കിലും ഒരു സെർവറിലായിരിക്കും അവർ ഇടുന്നത്, നമുക്കതറിയില്ല. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ വെബ്സൈറ്റുകളൊക്കെ ഏതൊക്കെ സെർവറിലാണ് കിടക്കുന്നത്, ഇപ്പോൾ അതിൻ്റെ സൈസ് എത്രയാണ്, അതിന് എത്രത്തോളം ഡേറ്റ ഇപ്പം നിറഞ്ഞിട്ടുണ്ട്, ഇതിന് വലുതാക്കേണ്ട ആവശ്യമുണ്ടോ, സ്പേസ് കൂടുതൽ അക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിന് എത്ര പേയ്മെൻറ്റ് മാസം വരും, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. വലിയ കമ്പനികളെല്ലാവരും അവരുടെ ഹോസ്റ്റിംഗ് സെർവേഴ്സ്, അവരുടെ ഡേറ്റാസ് എല്ലാം കീപ്പ് ചെയ്യുന്നത് ക്ലൗഡിലാണ്. അതിൻ്റെ മെയിൻ റീസൺ സെക്യൂരിറ്റി തന്നെയാണ്. അപ്പം നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റ സെക്യൂറായിട്ട് ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് മൂവ് ചെയ്യണം. നിങ്ങൾക്കൊരു സാധാരണ രീതിയിൽ പോയാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെർവറിൽ എല്ലാവരുടെയും വെബ്സൈറ്റുകൾ ആ സെർവറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ ഉണ്ടാകുന്ന ചില മാൽവെയർ അറ്റാക്സ് ഒക്കെ ആ സെർവറിനെയും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചാൻസസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ സെർവറിലുള്ള മറ്റ് സൈറ്റുകളെയും അത് ബാധിക്കും. ഇതാണ് ഷെയർഡിൽ കൂടുതലും ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കുറവായിരിക്കും. ഒരു വർഷത്തേക്കൊക്കെ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. പക്ഷേ ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല. മൾട്ടിപ്പിൾ സെർവേഴ്സ്, അതായത് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ സിസ്റ്റത്തിലൂടെ റൺ ചെയ്യുന്നൊരു പ്രോസസ്സാണ്, അതും ക്ലൗഡിൽ റൺ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ്. വലിയ കമ്പനികളുടെ ഒക്കെ ഡേറ്റാസ് സെക്യൂറായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നതും അത് പെട്ടെന്ന് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ഓട്ടോമാറ്റിക്കലി സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ക്ലൗഡ് ഹോസ്റ്റിങ്ങിലുള്ളത്. അതുകൊണ്ടാണ് എല്ലാ വലിയ കമ്പനികളും ഇൻക്ലൂഡിങ് എൻ്റെ
പല കമ്പനികളുടെയും വെബ്സൈറ്റുകൾ പോലും ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ സൂക്ഷിക്കുന്നത്. പിന്നെ ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ സിംഗപ്പൂർ, എല്ലാ മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്റേഴ്സിലും നമ്മളുടെ ഡാറ്റാസിനെ സെക്യൂറായി കീപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റ ഫാസ്റ്റായിട്ട് യൂസേഴ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് വരിക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു വെബ്സൈറ്റിൻ്റെ ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോഴും SEO ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആഡ്സ് ചെയ്യുന്ന സമയത്തുമൊക്കെ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് ലോഡായാൽ മാത്രമാണ് നമ്മളുടെ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിലേക്കുള്ള കൺവേർഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ കിടക്കുന്ന ഒരു സൈറ്റ് കുറച്ച് ടൈം എടുത്തായിരിക്കും ലോഡായി വരുന്നത്. അത് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയർഡ് ഹോസ്റ്റിംഗ് സെർവറിൻ്റെ ഒരു പ്ലാനിൻ്റെ ഒരു ബേസിസിൽ മാത്രമായിരിക്കും. പക്ഷേ ഒരു ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ എപ്പോഴും വെബ്സൈറ്റ് വളരെ ഫാസ്റ്റായിട്ട് ലോഡായി വരുന്നത് കാണാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ വരുന്ന യൂസേഴ്സിന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇൻഫർമേഷൻസ് സെർവ് ചെയ്യുമ്പോൾ മാത്രമാണ് അവരുടെ ബിസിനസ്സിലേക്കുള്ള കൺവേർഷൻസ് കിട്ടുന്നത്. സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ്, 2 സെക്കൻഡെങ്കിൽ 2 സെക്കൻഡ്, 5 സെക്കൻഡെങ്കിൽ 5 സെക്കൻഡ്, ഇതിനുള്ളിൽ നമ്മളുടെ ഡേറ്റ യൂസറിന് കിട്ടിയിരിക്കണം. നമ്മളാണെങ്കിൽ പോലും നമ്മളൊരു സൈറ്റിൽ കയറി മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ടൈം എടുത്ത് ലോഡ് ചെയ്യുമ്പോൾ നമ്മളാണെങ്കിലും സ്കിപ്പായി പോകും. അതൊരു പക്ഷേ ഒരു കോൾ വരുമ്പോഴോ ഒരു വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ നമ്മൾ സ്കിപ്പായി പോകും. അങ്ങനെ സ്കിപ്പായി പോകാതെ ഫാസ്റ്റായിട്ട് തന്നെ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൽ വരുന്ന യൂസേഴ്സിൽ നിന്നുള്ള കൺവേർഷൻസിനുള്ള ചാൻസസും കൂടുതലാണ്. ഇതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. എപ്പോഴും നമ്മൾ ഈസി ടു വേ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ നമ്മുടെ വെബ്സൈറ്റ് ഹോൾഡ് ചെയ്യാറുണ്ട്. ഇനി സപ്പോസ് നിങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഒരു ഷെയർഡ് ഹോസ്റ്റിങ്ങിലാണെങ്കിൽ ക്ലൗഡ് വേസ് പോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ മൈഗ്രേഷൻ ഫെസിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സൈറ്റ് ആദ്യത്തെ ഫസ്റ്റ് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഇവരുടെ മൈഗ്രേഷൻ്റെ ഒരു ലിങ്കും ഓപ്ഷൻസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ക്ലൗഡ് വേസിൻ്റെ സപ്പോർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ക്ലൗഡ് സെർവറിനകത്തുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലൗഡ് സെർവറിൽ തന്നെ ഞാൻ കഴിഞ്ഞ പേയ്മെൻറ്റ്സ് ഒക്കെ എത്ര നാളായി കൊടുക്കുന്നു എന്നുള്ളത് ആദ്യം നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഒരു ഇൻവോയ്സും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു റിയൽ ടൈം ബില്ലിംഗ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സെർവറാണിത്. ഈ പേഴ്സണൽ സെർവറിൽ ഈ ഒരു മാസം, ഇതിപ്പോൾ ഏപ്രിലിൽ എനിക്ക് കംപ്ലീറ്റ് ആവാറായി. ഏപ്രിലിൽ എനിക്ക് $25 ഈ മാസം വരാൻ പോകുന്ന ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഏതൊക്കെ സെർവർ, എനിക്ക് 2 സെർവറാണുള്ളത്. ഒരു സെർവറിന് എനിക്ക് $10, മറ്റൊരു സെർവറിന് $10 എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ സെർവറിൻ്റെ എമൗണ്ടും കാര്യങ്ങളും, നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 18% GST ഉൾപ്പെടെയുള്ള എമൗണ്ടാണ് നമുക്ക് $25 എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവോയ്സസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ സമയത്താണ് നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ആയേക്കുന്നത്, നമ്മളതെങ്ങനെയാണ് പേ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ $13 വെച്ച് ഞാൻ ഇതിന് മുന്നേ പേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് എൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിന് വേണ്ടി ഞാനൊരു സെർവർ ക്രിയേറ്റ് ചെയ്ത, ഒരു ഹൈ എൻഡ് സെർവർ ഫാസ്റ്റ് പെർഫോമൻസിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത സമയത്ത് എനിക്കൊരു ഹൈ എൻഡ് സെർവർ വേണമായിരുന്നു. ആ സമയത്ത് ഞാനൊരു സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതിന് എനിക്ക് അറൗണ്ട് $42 കോസ്റ്റായി. അപ്പോൾ ആ ഒരു മാസം മാത്രമായിരുന്നു എനിക്കതായത്. അതിനുശേഷം ഞാൻ വീണ്ടും അതിനെ ഡൗൺഗ്രേഡ് ചെയ്ത് ഉപയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് വരുന്നത് $27 വന്നത്. ലാസ്റ്റ് ബില്ല് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ പേ ചെയ്തത്. ഫെബ്രുവരിയിലായിരുന്നു എനിക്ക് ഒരു ഹൈ എൻഡ് എമൗണ്ട് വന്നത്. ഇതുപോലെ എനിക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും സ്കെയിൽ ചെയ്യാനായിട്ട്, സെർവർ സ്കെയിൽ ചെയ്യാനുള്ള ഫീച്ചർ ക്ലൗഡ് വേസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെർവറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 സെർവേഴ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സെർവേഴ്സിനകത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഡിജിമാർക്ക് എന്ന് പറഞ്ഞ എൻ്റെ കമ്പനിയുടെ മറ്റൊരു സെർവറും അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ സെർവറും, രണ്ടും 1 GB വെച്ചാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ 1 GB സെർവറിൻ്റെ കോസ്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഈ ഒരു സെർവറിനെ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു സെർവറിനെ കുറച്ചുകൂടെ സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം എനിക്കിവിടെ 1 GB ഇതുപോലെ 2 GB ആക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ 2 GB ആക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന റാം സ്പേസ് എത്രയാണ്, എനിക്ക് കിട്ടുന്ന ഡിസ്ക് സ്പേസ് എത്രയാണ്, എൻ്റെ പ്രൊസസ്സർ എത്രയാണ്, എൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിന് വരുന്ന ആവറേജ് മന്ത്ലി കോസ്റ്റ് എന്ന് പറയുന്നത് $24 എന്നുള്ളത് എനിക്കിവിടെ കാണാൻ സാധിക്കും. എനിക്കിത് ആവശ്യമെങ്കിൽ മാത്രമേ, അതായത് എനിക്ക് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിലോ അല്ല ആ സെർവറിൽ തന്നെ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് തന്നെ സ്കെയിൽ നൗ ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച പ്രോസസ്സ് വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇതൊരു വലിയൊരു ടെക്നിക്കൽ സ്കില്ലില്ലാതെ ഏതൊരാൾക്കും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു നമുക്ക് ഈ ക്ലൗഡ് വേസിൻ്റെ ഡാഷ്ബോർഡിലൂടെ ചെയ്യാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ സപ്പോർട്ട് ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്കിവിടെ ഇവരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്തോ, ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ചാറ്റ് ചെയ്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ബിൽഡിംഗ് ഹെൽപ്പ് വേണം, എന്ത് രീതിയിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ ഇവരുടെ ചാറ്റ് സിസ്റ്റത്തിലൂടെ നമുക്കൊരു സപ്പോർട്ട് അക്വയർ ചെയ്യാവുന്നതുമാണ്. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇതിപ്പോൾ സെർവറിനെ പറ്റിയാണ് കാണിച്ചത്. ഇനി ഇവിടെ തന്നെ ആപ്ലിക്കേഷൻസ്, അതായത് ഒരു സെർവറിനകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്ത് വെക്കുന്ന വെബ്സൈറ്റുകളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമാക് അക്കാഡമി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൂവി വേൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്, ലേൺ വിത്ത് സുബിൻ എന്ന് പറയുന്ന എൻ്റെ അഫിലിയേറ്റ് സിസ്റ്റത്തിന് വേണ്ടി ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, സുബിൻ യൂസഫ് എന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ സൈറ്റ് ഉണ്ട്. ഈ 4 സൈറ്റുകളാണ്. ഈ 4 സൈറ്റുകളിൽ 2 സൈറ്റുകൾ ഓൾറെഡി എൻ്റെ യുവർ സെർവർ എന്ന് പറയുന്ന ഒരെണ്ണത്തിനകത്തും, ഈ 2 സൈറ്റുകൾ ക്ലോൺഡ് സെർവർ എന്ന് പറഞ്ഞത് രണ്ടും 2 ഡിഫറെൻറ്റ് സെർവറിൽ കിടക്കുന്ന 4 ആപ്ലിക്കേഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സൈറ്റിനകത്ത് നമുക്ക് ജസ്റ്റ് കയറിയതിന് ശേഷം ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇത് ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടെ നിങ്ങൾ ഹൈ എൻഡ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് ഈ ഒരു ഫീച്ചറൊക്കെ. ഇപ്പം നിങ്ങളൊരു സാധാരണ രീതിയിൽ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് 2025 മുതൽ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നല്ലൊരു ക്ലൗഡ് ഹോസ്റ്റിങ്ങിലൂടെ നിങ്ങളുടെ വെബ്സൈറ്റിനെ കീപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സിന് കൊടുക്കുന്ന ഡേറ്റയും അതുപോലെ നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ എൻക്വയറീസിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ലോഡായി വരുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് മറ്റൊരു സൈറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. ഇങ്ങനെ ആഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ യുവർ സെർവർ അല്ലെന്നുണ്ടെങ്കിൽ ക്ലോൺഡ് സെർവർ, ഇതിനകത്ത് ഏത് സെർവറിലാണ് ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു സെർവർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി 1 GB ഉള്ള 2 സെർവർ കൂടാതെ പുതിയൊരു സെർവർ വേണമെങ്കിൽ എനിക്കിതിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല യുവർ സെർവർ മതിയെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ യുവർ സെർവർ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ, അതായത് പുതിയൊരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഫീച്ചേഴ്സ് മാനുവലി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്ലാനാണ് ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. അവർ തരുന്ന ഒരു ഡൊമൈൻ അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അതിനകത്ത് ഇതുപോലെയുള്ള സ്കെയിലബിലിറ്റി, ഇതുപോലെ തന്നെ നമുക്കിതിനെ സെർവറിനെ ഡിവൈഡ് ചെയ്ത് ഈ സെർവറിൽ തന്നെ അടുത്തൊരു സൈറ്റും കൂടെ ഒക്കെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ വളരെ കുറവാണ്. പിന്നെ ചില ഷെയർഡ് ഹോസ്റ്റിങ്ങിലൊക്കെ 100 സൈറ്റ് വരെ ഹോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു സൈറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സൈറ്റ് ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഡൗൺ ആയി പോകാറുണ്ട്. നല്ല സെർവർ കമ്പനിയുടെ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു സൈറ്റ് ആ പ്ലാനിൽ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ മറ്റ് സൈറ്റുകളും എല്ലാം ഒരേ സ്പീഡ് ലോ ആയി പോകാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ക്ലൗഡ് ബേസ് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന സെർവറിൽ നിന്നാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലൗഡ് ബേസിനെ പറ്റിയുള്ള ഒരു ധാരണ കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് ക്ലൗഡ് ബേസ് സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ബേസ് സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ക്ലൗഡ് ബേസ് അക്കൗണ്ട് സൈനപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് 3 days ഫ്രീ ട്രയൽ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സെർവർ സെറ്റപ്പ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ചാറ്റ് സിസ്റ്റം ഉപയോഗിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.